വിഖ്യാതമായ മൂക്ക്. അടുപ്പമുള്ളവർ പലരും ചോദിച്ചിട്ടുണ്ട്, ഈ മൂക്കെന്താ ഇങ്ങനെ എന്ന്. കാലങ്ങളായി എനിക്കും ഈ സംശയമുണ്ട്. എൻ്റെ മാത്രം മൂക്കെന്താ ഇങ്ങനെ ഇരിക്കുന്നത്? വന്ന വഴിക്ക് എന്തോ മറന്ന് തിരിച്ചു പോയതുപോലെ. നിർമ്മാണ വൈകല്യം, അല്ലാതെ എന്തു പറയാൻ. MSWന് ലോയോളയിൽ പഠിക്കുന്ന സമയം ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു, ക്ലിയോപാട്രയുടെ മൂക്ക് ഇങ്ങനെയായിരുന്നത്രേ. അതുവരെ ഏറെ തഴയപ്പെട്ടിരുന്ന എൻ്റെ മൂക്ക് അന്ന് ആദ്യമായി അട്ടഹസിച്ചു. നാളിതുവരെ ക്ലിയോപാട്രയുടെ മൂക്കിന്റെ ചരിത്രം അന്വേഷിച്ച് ഞാൻ പോയിട്ടില്ല. അന്വേഷിച്ച് അവസാനം സത്യം അതല്ലെങ്കിലോ? ഒരു പഴയ ശല്യക്കാരി ആയതിനാലായിരിക്കണം വലിയൊരു മൂക്കിനുടമയെ തന്നെ ഭർത്താവായി തന്ന് ദേവു എൻ്റെ പരാതി തീർത്തത്. ഒരാളുടെ കുറവ് മറ്റേയാളുടെ നിറവിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്നാണല്ലോ. ഗുണപാഠം: ദൈവത്തോട് എന്തെങ്കിലും പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർന്നതിന് ശേഷം ഇനി പരാതിയില്ല എന്ന് പറയാൻ മടിക്കരുത്. കാരണം വർഷങ്ങൾ കഴിഞ്ഞാലും ദൈവം അത് ഓർത്തിരിക്കും.